മിനിറ്റ് കേട്ടോ. ഒരു ബെഞ്ചിൽ എ ഇരിക്കുന്നുണ്ട്, ബി ഇരിക്കുന്നുണ്ട്, സി ഇരിക്കുന്നുണ്ട്, ഡി ഇരിക്കുന്നുണ്ട്. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവർ ഇരിക്കുന്നുണ്ട്. അവിടേക്കാണ് നമ്മുടെ പുതിയ ഒരാൾ വരുന്നത്. എക്സ് എന്ന് പറഞ്ഞ ഒരാൾ വരികയാണ്. ഇവിടേക്കാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്നത്. ഈ ബെഞ്ചിലേക്കാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ പുതിയൊരാൾ വരുന്നത്. അപ്പോൾ ഇവർ ഇതുവരെ ഇരുന്നിട്ടുണ്ടാവുന്ന ആ സ്പേസിലേക്കാണ് ഇയാൾ വരുന്നത്. അപ്പോൾ ഇയാൾക്കും വേണ്ടിയിട്ട് എയും ബിയും സിയും ഡിയും സാക്രിഫൈസ് ചെയ്യുന്ന ആർക്കും വേണ്ടിയിട്ട്? പുതിയ ന്യൂ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ സാക്രിഫൈസ് ചെയ്യുന്ന എത്ര പോർഷനാണ്, എത്ര റേഷ്യോസിലേക്കാണ് പുതിയ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ന്യൂ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ എക്സ് എന്നുള്ള ഈ ന്യൂ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എയും ബിയും സിയും ഡിയും എത്ര സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? ഇയാൾക്ക് ഒരു ഇരുന്ന സ്പേസിലേക്കാണല്ലോ ഇയാൾ വരുന്നത്. അപ്പം എത്ര സാക്രിഫൈസ് ചെയ്യുന്നുള്ള ഭാഗം കണ്ടുപിടിക്കാൻ, സാക്രിഫൈസ് ചെയ്യുന്നതാണ് ഈ പ്രോസസ്സിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു പുതിയ പാർട്ണർ അഡ്മിഷൻ ടൈമിലാണ് എന്ത് വരുന്നത്? സാക്രിഫൈസിങ് വരിക. ഇനി ഇതേ എക്സാമ്പിൾ ഞാൻ വേറെ എടുക്കാം. ഒരു ബെഞ്ചിൽ എ ഇരിക്കുന്നുണ്ട്, ബി ഇരിക്കുന്നുണ്ട്, സി ഇരിക്കുന്നുണ്ട്, ഡി ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബി എന്താ ചെയ്യുന്നത്? നമ്മുടെ ബി എന്താകുന്നത്? ബി റിട്ടയർ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ എക്കും സിക്കും ഡിക്കും ഗെയിൻ അല്ലേ? ഗെയിൻ മീൻസ് വെച്ചാൽ ഇയാൾ പോയി കഴിഞ്ഞാൽ ഇത്ര സ്പേസ് ആർക്ക് കിട്ടുന്നത്? എക്കും സിക്കും ഡിക്കും അല്ലേ കിട്ടുന്നത്. അപ്പം ഓൾഡ് പാർട്ണർ, അതായത് ഓൾഡ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന് ഗെയിൻ ആണ്. അതായത് കണ്ടിന്യൂയിങ് പാർട്ണർ എന്ന് പറയുവരെ, കണ്ടിന്യൂയിങ് ഓൾഡ് പാർട്ട്നേഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ഗെയിൻ ആണ് അല്ലേ? കാരണം വെച്ചാൽ ബി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ്? എക്കും സിക്കും ഡിക്കും ബെനിഫിറ്റ് ആണ്. ആർക്കാണ് സാക്രിഫൈസിങ് ആവുന്നത്? സാക്രിഫൈസ് ചെയ്യുന്നത് ഇവിടെ ആരാണ്? ബി ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റിന്റെ ടൈമിലാവാം, അല്ലെങ്കിൽ ഡെത്തിന്റെ ടൈമിലാവാം. ക്ലിയർ ആയോ? പറയണമെങ്കിലൊക്കെ അതുകൊണ്ട് പറയട്ടോ. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷന്റെ ടൈമിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ന്യൂ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നത്. റിട്ടയർമെന്റ് ഡെത്തിന് സമയത്ത് കണ്ടിന്യൂ പാർട്ട്നേഴ്സിന് ഗെയിൻ ആണ്. സാക്രിഫൈസ് ചെയ്യുന്നത് ആർക്കാണ്? റിട്ടയർ ചെയ്ത പാർട്ട്നേഴ്സിനാണ്. റിട്ടയർ ചെയ്ത് പോയ പാർട്ട്നേഴ്സിനാണ് എന്ത് സാക്രിഫൈസ് ചെയ്യുന്നത്. അതായത് ഈ സമയത്ത് റിട്ടയർ സമയത്ത് എക്കും സിക്കും ഡിക്കും ഗെയിനിങ് ആണ്. അപ്പം നമ്മൾ അവിടെ പഠിക്കുന്ന റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. അവിടെ പഠിക്കുന്ന റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. അഡ്മിഷൻ ടൈമിൽ എയും ബിയും സിയും ഡിയും എന്ത് ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുന്ന പുതിയ പാർട്ട്നേഴ്സിന്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന റേഷ്യോ ആണ് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. എത്രയാണോ സാക്രിഫൈസ് ചെയ്ത പോർഷൻ കണ്ടുപിടിക്കണം. അവിടെ ആ പ്രോസസ്സാണ് സാക്രിഫൈസിങ്. അപ്പം അഡ്മിഷൻ്റെ ടൈമിൽ സാക്രിഫൈസിങ്ങും ഡെത്ത് ആൻഡ് റിട്ടയർമെന്റ് ടൈമിലാണ് എന്ത് കണ്ടുപിടിക്കാണ്ടാവുക? ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു വോയിസ് ഇവിടെ ആരെങ്കിലും മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ പറ. ക്ലിയർ സർ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ഇനി ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അതായത് ഇവിടെ ആർക്കൊക്കെ സാക്രിഫൈസിങ് നമ്മൾ കണ്ടുപിടിക്കുന്ന റേഷ്യോ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ സാക്രിഫൈസിങ് ഉണ്ടാവുള്ളൂ. ഇയാൾക്ക് സാക്രിഫൈസിങ് ഉണ്ടാവില്ല, ഇയാൾക്ക് ഗെയിനിങ് ആയിരിക്കും. ഓക്കെ, ഇയാളുടെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ട. കാരണം നമ്മൾ ഓൾറെഡി എന്ത് മാത്രം കണ്ടുപിടിക്കുന്നത്? സാക്രിഫൈസിങ് ആണ്. അപ്പോൾ ആരാണോ സാക്രിഫൈസ് ചെയ്യുന്നത് അയാളെ റേഷ്യോ മാത്രം കണ്ടാൽ മതി. ഇവിടെ കേസ് റിട്ടയർമെന്റ് എത്തുന്ന കേസിൽ ആർക്കാണോ ഗെയിൻ ഉള്ളത്
ആർക്കാണോ ഗെയിൻ ഉള്ളത് ആ ഗെയിനിങ് ഉള്ള പാർട്ട്നേഴ്സിനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സാക്രിഫൈസ് ചെയ്ത ആൾ കണ്ടുപിടിക്കേണ്ട. ഓക്കെ, അപ്പം ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. എക്സാമിന് 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് തിയറിയൊക്കെ. എന്താണ് സാക്രിഫൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ട്? ന്യൂ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്. എന്താണ് സാക്രിഫൈസ് റേഷ്യോന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. എന്താണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഡെത്ത് ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടിന്യൂ പാർട്ട്നേഴ്സ്, നിലവിലുള്ള പാർട്ട്നേഴ്സിന് എന്താകുന്ന ഗെയിനിങ് ആണ് ഉണ്ടാവുക, പോകുന്ന പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ പല കുട്ടികൾക്കും പല കൺഫ്യൂഷൻസും ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും എപ്പോഴും, ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും. അപ്പോൾ ഞാനായിട്ട് എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് മാറിപ്പോകാതിരിക്കാൻ. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഗെയിനിങ് റേഷ്യോ, ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ അല്ലേ. അപ്പോൾ ഞങ്ങൾ മാത്രം കണ്ടുപിടിച്ച സാധനമായിട്ടത് SON. സൺ. S മീൻസ് സാക്രിഫൈസിങ്, O മീൻസ് ഓൾഡ് റേഷ്യോ, N മീൻസ് ന്യൂ റേഷ്യോ. ഈസ് ക്ലിയർ? അത് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഏത്? ഗെയിനിങ് റേഷ്യോ. ഓക്കെ, S മീൻസ് സാക്രിഫൈസിങ്, O മീൻസ് ഓൾഡ് റേഷ്യോ, N മീൻസ് ന്യൂ റേഷ്യോ. ഈസ് ക്ലിയർ? ഇനി എന്താണ് സാക്രിഫൈസ് റേഷ്യോക്ക് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം കേട്ടോ. സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ആരൊക്കെ ഉണ്ടായിരുന്നത്? ABCD. ഓൾഡ് പാർട്ട്നേഴ്സ് അഗ്രി ടു സാക്രിഫൈസ് ദർ ഷെയർ ഇൻ പ്രോഫിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ബിസിനസ്സിലേക്ക് ആകുമ്പോൾ എന്തായിട്ട് മാറും? പ്രോഫിറ്റ് ആയിട്ട് മാറും. ഓക്കെ, പ്രോഫിറ്റിലേക്ക്. ഷെയർ ഇൻ പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഇൻകമിങ് പാർട്ട്ണർ ആരായിരുന്നു? X ആണ്. ഓക്കെ, അതാണ് സാക്രിഫൈസ് റേഷ്യോ പറഞ്ഞത്. അതായത് നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിലേക്ക് പുതിയൊരാൾ വരുന്ന സമയത്ത് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുന്നത് ആണ്. സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, SON. ഓക്കെ, ക്ലിയർ? വേഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു ആവശ്യമുള്ളവർ. സാക്രിഫൈസ് റേഷ്യോ ഞാൻ ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്യാം എന്താണ് സാക്രിഫൈസ് റേഷ്യോ എന്നുള്ളത്. നമ്മുടെ ബിസിനസ് പാർട്ണർഷിപ്പിന്റെ പേരെന്തായിരുന്നു? നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, എല്ലാ പാർട്ണർഷിപ്പും ഒന്നാണ്. നമ്മളെ പഴയ പാർട്ണർഷിപ്പ് ഇല്ലേ, ശ്രദ്ധിച്ചോ? നമ്മുടെ ദേവ അസുരി പാർട്ണർഷിപ്പ്, ദേവാസുരം. ഈ ദേവാസുരം എന്നുള്ള പാർട്ണർഷിപ്പിൽ ദേവയും അസുരയും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം എന്ന് വിചാരിച്ചോ 1 lakh പ്രോഫിറ്റ് ഉണ്ട്. 1 lakh പ്രോഫിറ്റ് ഉണ്ട്. ഈ 1 lakh പ്രോഫിറ്റിലേക്ക് പുതിയ ഒരാൾ വരികയാണ്, പുതിയൊരു പാർട്ണർ ഇൻകമിങ് ചെയ്ത് വരികയാണ്. ഇയാളെ പേര് ഇപ്പൊ നമുക്ക് എന്താക്കാം? കർണൻ എന്നാക്കാം. കർണൻ എന്ന് പറഞ്ഞ പുതിയൊരാൾ വരികയാണ്. ഈ കർണൻ എന്ന് പറഞ്ഞ പുതിയൊരാള് ആരാണ് ഇപ്പൊക്കെ വരുന്നത്? കർണൻ എന്നുള്ള പുതിയൊരാൾ വരുന്ന സമയത്ത് ദേവയും അസുര എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ദേവക്കും അസുരക്കും ആയിരുന്നു 1 lakh കിട്ടിയിരുന്നത്. ഈ 1 lakh ആർക്കൊക്കെ പോവും? 1 lakh ആർക്കൊക്കെ പോവും? 3 ആൾക്ക് പോവും. ദേവക്ക് പോവും, അസുരക്ക് പോവും, പിന്നെ കർണനും പോവും. ഓക്കെ, അപ്പം ഈ 1 lakh സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവയും അസുരയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് മാത്രമേ സാക്രിഫൈസിങ് റേഷ്യോ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം നിലവിലുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്? നിലവിലിപ്പോൾ പ്രോഫിറ്റ് എക്കും ബിക്കും ദേവക്കും അസുരക്കും കിട്ടിയിരുന്നു, അത് ഇനി ആർക്കും കൂടി കിട്ടുകയാണ്? കർണനും കൂടി കിട്ടുകയാണ്. അപ്പം ദേവയും എന്ത് ചെയ്യുന്നത്? അസുര എന്ത് ചെയ്യുന്നത്? സാക്രിഫൈസ് ചെയ്യുന്ന ആർക്കും വേണ്ടിയിട്ട്? കർണനും വേണ്ടിയിട്ട്. ക്ലിയർ? And the ratio in which older partners agree to sacrifice their profit share in favor of incoming partner is called sacrifice ratio. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ
ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പം അയാൾക്ക് 2 റൈറ്റ്സ് ഉണ്ടായിരുന്നു. പറ, എന്തൊക്കെ റൈറ്റ്സാ? പറടോ. അയാൾക്ക് ബിസിനസ്സിൽ അസറ്റിന്റെ മുകളിലുള്ള ഇതുണ്ടായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ? അസറ്റ് കിട്ടാണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യുന്ന ബിസിനസ്സിലെ റൈറ്റ്സ് അസറ്റ് കിട്ടാണെങ്കിൽ ഇയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. പ്രോഫിറ്റ് കിട്ടാൻ ഇയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരണം? ഗുഡ്വിൽ കൊണ്ടുവരണം. അതായത് ഇയാൾക്ക് ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരണം? ഗുഡ്വിൽ കൊണ്ടുവരണം. ഗുഡ്വില്ലിന്റെ ഒരു പോർഷൻ കൊണ്ടുവരണം. ഈ ഗുഡ്വിൽ ഉണ്ടാക്കിയത് ആരാണ്? ദേവയും അസുരയും ചേർന്നിട്ടല്ലേ അപ്പൊ നമ്മൾ പാർട്ണർഷിപ്പിന് ഗുഡ്വിൽ ഉണ്ടാക്കിയത്? അവര് സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? ദേവി അസുരൻ സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? ദേവി അസുരൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? ദേവി അസുരയും സാക്രിഫൈസ് ചെയ്യുന്നത് നമ്മുടെ കർണന് വേണ്ടിയിട്ട്. നമ്മൾ കർണൻ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ അയാൾക്ക് കർണന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് ഗുഡ്വിൽ കൊണ്ടുവരണം. ഈ ഗുഡ്വിൽ എന്തിനാണ്? ദേവി അസുരൻ സാക്രിഫൈസ് ചെയ്യുന്നല്ലേ? അവരെ പ്രോഫിറ്റ് അല്ല ഇനി ഇയാൾക്കും കൂടി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ സാക്രിഫൈസ് റേഷ്യോ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പുതിയ പാർട്ണർക്ക് പ്രോഫിറ്റ് കിട്ടാൻ അയാൾ ഗുഡ്വിൽ കൊണ്ടുവരും. ഈ ഗുഡ്വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആര്? സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ണർമാർ ഈ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഈ ഗുഡ്വിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം പിന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഇക്വേഷൻ പറ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുന്ന സാധനം, ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ തരും, ന്യൂ റേഷ്യോ തരൂല. കാരണം ന്യൂ റേഷ്യോ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ 4 മെത്തേഡിലായിട്ട് നമ്മൾ ന്യൂ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പക്ക തറായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. ബാക്കി മിനിയാന്ന് ചെയ്തിട്ടുള്ള മൊത്തം നിങ്ങൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുക. പോരാത്തതിന് വിക്ടേഴ്സിൽ ഇപ്പോൾ സാക്രിഫൈസ് റേഷ്യോൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കവർ ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 6. A, B are partner. ഇത് പേജ് നമ്പർ പറഞ്ഞോ. പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ എത്രയാണ്? 31. പേജ് നമ്പർ 31. പേജ് നമ്പർ 31 ക്വസ്റ്റ്യൻ നമ്പർ 6. A and B are partner sharing profit in the ratio 3:2. എയും ബിയും പാർട്ണറാണ്. അവരുടെ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2 ആണ്. ഒരു പുതിയൊരു പാർട്ണർ സി എന്നൊരു പുതിയൊരാൾ വരുന്നിട്ടുണ്ട്. അവരെ ബിസിനസ്സിൽ ന്യൂ പ്രൊഫിഷ്യൻ റേഷ്യോ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എനിക്ക് ഡയറക്റ്റ്ലി ന്യൂ പ്രൊഫിഷ്യൻ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയുണ്ട്? 5:3:2 ആണ്. കാൽക്കുലേറ്റ് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതുക സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടേ ആർക്കേ സാക്രിഫൈസിങ് ഉണ്ടാവുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ സാക്രിഫൈസിങ് ഉണ്ടാവുള്ളൂ. അപ്പം എക്ക് ഉണ്ടാവും സാക്രിഫൈസിങ്, ബിക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എൻ്റെ സാക്രിഫൈസിങ് എത്ര കണ്ടുപിടിക്കുക? എൻ്റെ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 ആണ് അല്ലേ? മൈനസ് ന്യൂ റേഷ്യോ എത്രയാണ്? 5/10 ആണ്. അതായത് 5/10 ആണ്. അപ്പം എന്ത് ചെയ്യാം? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നത് 5ഉം 10ൽ പോവും, കോമൺ ആയിട്ട് പോവും. അപ്പോൾ 10 എടുക്കാം. 10ൽ എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. 2×3 6 ആണ്. 6 മൈനസ് ഇനി 10ൽ എത്ര 10 ഉണ്ട്? 1. അപ്പം 1×5 5 ഈക്വൽ ടു സാക്രിഫൈസ് റേഷ്യോ ഏൻ്റെത് 1/10. ഇനി ബീൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക. ഓൾഡ് റേഷ്യോ ബീൻ്റെ ഓൾഡ് റേഷ്യോ ഇതല്ലേ? അപ്പോൾ 2/5 മൈനസ്
2/5 മൈനസ് 3/10 3/10 അങ്ങനെ ആവുമ്പോൾ 10 കോമൺ ആയിട്ട് എടുക്കാം. 10 എത്ര അഞ്ചുണ്ട്? 2 2 ഇൻറ്റു 2 4 മൈനസ് 10 എത്ര 10 1 1 ഇൻറ്റു 3 3 ഈക്വൽ ടു 1/10. അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈക്വൽ ടു 1:1. ക്ലിയർ? വേഗം കോപ്പി. ഇനി നിങ്ങൾ സാക്രിഫൈസ് റേഷ്യോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മൈനസ് ആണ് വരുന്നത്, മൈനസാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 5/6/10 ആണ്. അപ്പം -1/10 ആണ് വിട്ട. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മൈനസ് ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തല്ല, സാക്രിഫൈസിങ് അല്ല, പകരം എന്താണ്, ഗെയിനിങ് ആയിരിക്കും. മനസ്സിലായോ? കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് സാക്രിഫൈസിങ് അല്ല ഉണ്ടാവുക, എന്താ ഉണ്ടാവുക, ഗെയിനിങ് ഉണ്ടാവുക. കാരണം സാക്രിഫൈസ് റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളെ ആൻസർ കിട്ടുന്നത് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ, നിങ്ങൾക്ക് സാക്രിഫൈസിങ് അല്ല, നിങ്ങൾക്ക് എന്താണ്, ഗെയിനിങ് ആണ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 7. A and B and C are A and B are sharing profit in the ratio 2:1. ഓക്കെ. സി അഡ്മിറ്റ് ചെയ്തു, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, എത്രയുണ്ട്, 5:3:2 ഉണ്ട്, 5:3:2 ഉണ്ട്. ഇത് നിങ്ങളുടെ ഇതിൻ്റെ 7A ഇട്ടോണ്ടി, ഇത് 7B ഇട്ടോണ്ടി കേട്ടോ. ഓക്കെ. അപ്പോൾ കാൽക്കുലേറ്റ് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ സാക്രിഫൈസിങ് ഉണ്ടാവുക, എക്കും ബിക്കും മാത്രമേ സാക്രിഫൈസിങ് ഉണ്ടാവുള്ളൂ. കാരണം ഓൾഡ് പാർട്ട്നേഴ്സ് അല്ലേ പുതിയ ആൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക, എൻ്റെ ഓൾഡ് റേഷ്യോ 2/3 മൈനസ് 5/10 എത്ര ഉണ്ടാവും, 3ഉം 10 പോവില്ല, 10 3ലും പോവില്ല, 2ലും പോകുന്ന ഒരേ ഒരു സംഖ്യ 30. 30 എത്ര 3 ഉണ്ട്, 10 അല്ലേ, 10 × 2 20 മൈനസ് 30 എത്ര 10 ഉണ്ട്, 3 3 × 5 15 ഈക്വൽ ടു 5/30. ഇനി തൽക്കാലം ഇവിടെ എഴുതാട്ടോ. ബീൻ്റെത് അങ്ങനെ കണ്ടുപിടിക്കുക, ബീൻ്റെത് 1/3 മൈനസ് ബീൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്, 3/10 ആകുമ്പോൾ 30. 30 എത്ര 3 10 10 × 1 10 മൈനസ് 30 എത്ര 10 3 10 3 × 3 9 ഈക്വൽ ടു 1/30. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു എക്കും ബിക്കും 5:1. ക്ലിയർ? വേഗം എഴുതുക, വേഗം കോപ്പി എല്ലാവരും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതിൽ? ഇല്ലല്ലോ. എയും ബിയും അവർ റേഷ്യോ 2:1 ആണ്, അവർ ഓൾഡ് റേഷ്യോ ആണിത്. സി എന്നൊരു പുതിയൊരാൾ വന്നു, അയാൾ ന്യൂ റേഷ്യോ 2:1 ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ SON. A ഈക്വൽ ടു 2/3 മൈനസ് 2/5 ഈക്വൽ ടു 15 എടുത്തു. 15 എത്ര 3 ഉണ്ട്, 5 ഉണ്ട്, 5 × 10. 15 എത്ര 5 ഉണ്ട്, 3 3 × 2 6 4/15 കിട്ടും. ബീൻ്റെത് 1/3 മൈനസ് 2/5 ഈക്വൽ ടു 15 കോമൺ എടുത്തു. 15 എത്ര 3 ഉണ്ട്, 5 5 × 1 5 മൈനസ് 15 3 5 ഉണ്ട്, 3 × 2 6. അപ്പോൾ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ഫിഗർ ആണ്. അതിൻ്റെ മീനിങ് നമുക്ക് ഈ സി എന്ന പുതിയൊരാൾ പാർട്ണർ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സിനായിട്ടുള്ള ബിക്ക് എന്താണ്, ബിക്ക് ഗെയിനിങ് ആണ്. ആർക്ക് മാത്രമേ സാക്രിഫൈസിങ് ഉള്ളൂ, എക്ക് മാത്രമേ സാക്രിഫൈസിങ് ഉള്ളൂ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ സമയത്ത് സാക്രിഫൈസിങ് ഓൺലി ഫോർ ആർക്ക് മാത്രം, സാക്രിഫൈസിങ് ഓൺലി ഫോർ എ ആൻഡ് ഗെയിനിങ് ആർക്കാണ് ഗെയിനിങ്, ബിക്ക് ഗെയിനിങ് ആണ്. വേഗം കോപ്പി പെട്ടെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഇതും കൂടിയുള്ള സാക്രിഫൈസ് റേഷ്യോന്റെ ക്വസ്റ്റ്യൻസ്. ബാക്കി നമുക്ക് വേറെ നോക്കാം കേട്ടോ. എയും ബിയും പാർട്ണറാണ്, ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീന് സൂം ചെയ്യാം കേട്ടോ, നിങ്ങൾക്കറിയാലോ അല്ലേ. 3:2 ആണ്. സി അഡ്മിറ്റ് ചെയ്തു ഇൻ ടു ദി പാർട്ണർഷിപ്പ് 1/8 ഷെയർ. ദ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നിട്ടുണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ബിറ്റ്വീൻ എയും ബിയും തന്നിട്ടുണ്ട് 4:3 ആണ്. അങ്ങനെയാണെങ്കിൽ സീൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് സാധാരണ ഇവിടെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2 ആണ്. ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ന്യൂ റേഷ്യോ ആദ്യമൊക്കെ തന്നത് വെച്ച് കഴിഞ്ഞാൽ ഏൻ്റെതും ബീനെ തന്നത് 4:3 ആണ്. സീൻ്റെ റേഷ്യോ നമുക്ക് ആൾറെഡി അറിയാം 1/8 ആണ്. അപ്പോൾ സീൻ്റെ റേഷ്യോ എത്ര ഉണ്ടാവും, 1 ഉണ്ടാവും. അപ്പോൾ അല്ലേ 8 ആവുള്ളൂ. 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൻ്റെ ബീൻ്റെ 4:3. അപ്പോൾ സീൻ്റെ എത്ര ഉണ്ടാവും, 1. അപ്പോൾ 4, 3, 1, 8 ആയില്ലേ. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. നിങ്ങൾ ന്യൂ പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ആൻഡ്ക്കും ബീൻ്റെ സാക്രിഫൈസിങ് കണ്ടുപിടിക്കുക. ഓൾഡ് റേഷ്യോ 3/5 മൈനസ് 4/7. രണ്ടിലും പോകുന്ന കോമൺ സംഖ്യ 35 പോകും. 5ഉം 7ഉം. ഞങ്ങൾ അധികം കൺഫ്യൂഷൻ ആണ്. ഇതെന്ത് ചെയ്തറിയോ, 5 7 മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. ആൻസർ കിട്ടേ 5 7 മൾട്ടിപ്ലൈ ചെയ്താൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. 35 എത്ര 5 ഉണ്ട്, 7. 7 × 3 21. 35 എത്ര 7 ഉണ്ട്, 5. 5 × 4 20. അപ്പം 1/35. സോറി ചില മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്താ പറയാത്തത് തെറ്റിട്ട് നോക്ക്. ഏൻ്റെത് ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5 മൈനസ് 4/8 ഉണ്ടാവും അല്ലേ. ന്യൂ റേഷ്യോ ഇതല്ലേ 4/8 സിക്കൽ ടു 5ഉം 8ഉം പോകുന്ന കോമൺ സംഖ്യ 40 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ മതി 5 8ഉം. 40 എത്ര 5 ഉണ്ട്, 8. 8 × 3 24 മൈനസ് 40 എത്ര 8 5. 5 × 4 20 സിക്കൽ ടു 4/40. ഇനി ബീൻ്റെത് 2/5 മൈനസ് 3/8. അപ്പം 5 40 എടുക്കുക. 40 5 8 പ്രാവശ്യം 8 × 2 4. 8 പ്രാവശ്യം 8 × 2 16. 16 മൈനസ് 40 എത്ര 8 5. 5 × 3 15 സിക്കൽ ടു 1/40. അപ്പം സാക്രിഫൈസ് റേഷ്യോ സിക്കൽ ടു 4:1. ഞാൻ കോപ്പി സ്പീഡാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണത്. ഇത്രയാണ് സാക്രിഫൈസ് റേഷ്യോയിൽ പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ എന്തെന്ന് വെച്ചാൽ മിനിയാന്ന് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ സാക്രിഫൈസ് റേഷ്യോ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, മനസ്സിലായോ? അതേമാതിരി നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ. ഹോംവർക്ക് ചെയ്ത സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇവിടെ സാക്രിഫൈസ് റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ള.
ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നോക്ക്. രോഹിത് ആൻഡ് മോഹിത് ആർ പാർട്ണർ ഫ്രം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദി റേഷ്യോ 5:3. അതായത് ഓൾഡ് റേഷ്യോ 5:3 ആണ്. 5:3 ആണ്. ദേ അഡ്മിറ്റ് ന്യൂ പാർട്ണർ ആയിട്ടുള്ള അയാൾ 1/7 ഷെയർ കൊടുത്തത്. ഇപ്പം ചെയ്ത ക്വസ്റ്റ്യന് മാതിരിയാണ് കേട്ടോ. ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ? 4:2:1. അപ്പം ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നിട്ടുണ്ട്. എത്ര 4:2:1. നമ്മളെന്താണ് പിടിക്കാറുണ്ട്? സാക്രിഫൈസ് റേഷ്യോ ആർക്കേ ഉണ്ടാവുള്ളൂ? രോഹിത്തിൻ്റെയും മോഹിത്തിൻ്റെയും. അതേമാതിരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ് കേട്ടോ. ഞാൻ ഇന്ന് തന്നെ പറയും 5 ആളോട് ചെയ്യാൻ. അപ്പോൾ അവരും അയച്ചു തരണം രാത്രി കേട്ടോ. അമർ ആൻഡ് ബഹദൂർ പാർട്ണറിൻ്റെ പ്രൊഫിഷൻ റേഷ്യോ 3:2 ആണ്. ഇത് അഡ്മിറ്റ് ന്യൂ പാർട്ണറായിട്ട് 1/4 ഷെയർ. ന്യൂ പ്രൊഫിഷൻ റേഷ്യോ ബിറ്റ്വീൻ ഇപ്പം ചെയ്ത ക്വസ്റ്റ്യൻ മെത്തേഡാണ്. അമറിൻ്റെയും ബഹദൂറിന് തന്നിട്ടുണ്ട് 2:1 ആണ്. അതിന് പുതിയ ആളുടെ എത്ര ഉണ്ടാവുക? 2:1. അപ്പോൾ 4 ആയില്ലേ? ഇയാൾക്ക് 1/4 കൊടുത്താണ്. ഇവർ രണ്ടാളുടെ 2:1 ആണ്. അപ്പോൾ സീൻ്റെ എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. കാൽക്കുലേറ്റ് സാക്രിഫൈസ് റേഷ്യോ ഇപ്പം ചെയ്ത മെത്തേഡിൻ്റെ പ്രകാരമാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട് 4:3 ആണ്. അതേ അഡ്മിറ്റ് മോഹൻ എന്നുള്ള പുതിയൊരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ പ്രൊഫഷൻ റേഷ്യോ ഓഫ് രമേശൻ സുരേഷിൻ്റെ അവർ തന്നിട്ടുണ്ട് 2:3:1 ആണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ഗെയിൻ ഓർ സാക്രിഫൈസ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആൻസർ നെഗറ്റീവ് വരാം. ഒന്നെങ്കിൽ രമേശിനോ അല്ലെങ്കിൽ സുരേഷിനോ എന്ത് കിട്ടും? കിട്ടുന്ന ആൻസർ നെഗറ്റീവായിരിക്കും. ആ നെഗറ്റീവായി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താ? അതിൻ്റെ മീനിങ് എന്താ? അത് ഗെയിനിങ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. അതേമാതിരി നേരത്തെ പറഞ്ഞിട്ടുള്ള 5 ക്വസ്റ്റ്യൻസും ചെയ്തിട്ട് മൊത്തം നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ആ 8 ക്വസ്റ്റ്യൻ്റെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഓൺലി ആൻസർ ഇതിൻ്റെ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? PDF ആക്കിയിട്ട് അയക്കണം. ഞാൻ പറയുന്ന 5 കുട്ടികൾ മാത്രം അയച്ചാൽ മതി. ഓക്കെ. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ ഇത്രേ പഠിക്കാനുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നല്ല എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഇനി അങ്ങോട്ട് ഫുള്ള് സാക്രിഫൈസ് റേഷ്യോ ആണ് പഠിക്കാനുള്ളത്. ഓക്കെ.